മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എൻ്റെ നമ്പർ ലീക്കാക്കിയതാ, കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നമ്പർ ആരും ലീക്കാക്കിയിട്ടുണ്ട്. എനിക്ക് ആരെന്ന് അറിഞ്ഞൂടാ. റംഷാദ് എത്രയോ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആരാണെന്ന് അറിയാലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എടുത്തു നോക്കാം. അടുത്ത വിളിക്കട്ടെ. അടുത്ത പറഞ്ഞ കോൾ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പം തന്നെ ഒരു 18 മിസ് കോളായി. ഈ കോൾ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 18 മിസ് കോളായി. മെസ്സേജ് എല്ലാം വരാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരാൻ തുടങ്ങി. അടുത്ത കോള്. ഹലോ. താങ്ക് യു ബ്രോ. എൻ്റെ നമ്പർ എവിടെ നിന്നാ കിട്ടിയേ? ഏതിലാ? റീലോ? തൊപ്പിയുടെ നമ്പറും കൊടുത്തോ? ഓക്കെ. അൻഷിഫ് അല്ലേ മുത്തേ? താങ്ക് യു ബ്രോ. ലവ് യു. നമുക്ക് നോക്കാം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. അടുത്ത വിളിക്കുന്നുണ്ട്. ഹലോ. സ്റ്റോറി ഇട്ടല്ലേ? ഞാൻ നോക്കട്ടെ മുത്തേ, നോക്കട്ടെ. ഹലോ. അടുത്ത. ഹലോ. കോള് വന്നോണ്ടിരിക്കണ്. ഒന്നൊന്നായിട്ട് വന്നോണ്ടിരിക്കണ്. ഹലോ. അതാ അടുത്ത സജിനെ വിളിക്കണ്. ഹലോ. ഇവരാരും ഒന്നും മിണ്ടൂണ്ട. ഹലോ. താങ്ക് യു ബ്രോ. ലവ് യു. ഹലോ. ബ്രോ. അതെ. ആണോ? ഓക്കെ ബ്രോ. ഞാൻ നോക്കാം. എന്താ ബ്രോ? വേണ്ട. ജീവിച്ച് പോട്ടെ. അരി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതേനടാ, അരി വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളായിട്ട് ഇത് താർക്കണ്ട. വിട്ടുകളാ. അവന്മാർക്ക് കൂടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പർ ലീക്ക് ചെയ്യാൻ പറ്റുമോ? അതിന്റെ അപ്പുറത്തൊന്നും പറ്റൂലല്ല. നമുക്ക് നോക്കാം മുത്തേ. വെയിറ്റ് ആക്ക്. ഓക്കെ ബ്രോ. ഓക്കെ. ഹലോ മുത്തേ. അപ്പം ഒരു മിനിറ്റ് കോള് കട്ട് ചെയ്തോട്ട്. എല്ലാ കോളും കട്ട് ചെയ്ത്. അപ്പം ഇതാണ് അവസ്ഥ. പറ. ഞാൻ എന്താ ചെയ്യേണ്ട? എൻ്റെ നമ്പറും നിയാദിൻ്റെ നമ്പർ ലീക്കാക്കി. ഞാൻ എന്താ ചെയ്യേണ്ട? നിങ്ങൾ പറയണ കഴിയുക. ഞാൻ എന്താ ചെയ്യേണ്ട? പറ. ഞാൻ എന്താ ചെയ്യേണ്ട? റിപ്പോർട്ട് അടിക്കാൻ. അപ്പം ഇനി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇവൻ കൊണ്ട് പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ നമ്പർ ഞാൻ ഇതാക്കിയെന്നും പറഞ്ഞാൽ ഇവൻ കൊണ്ട് പരാതി കൊടുത്തത്. നിൽക്ക്. അവൻ്റെ സ്റ്റോറി നോക്കാം. വെയിറ്റ് ആക്കാം. വെയിറ്റ് ആക്ക്. കാണാമോ? എന്റെ കണക്ക് ക്ലോസ് ചെയ്യാതെ ഞാൻ കൊച്ചി വിടും. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്. അതാർക്ക് നന്നാവില്ല. അപ്പൊ ഗായ്സ് എന്താ വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അപ്പൊ ഇന്നലെ നമ്മളെ റാംബോ മിഞ്ഞാന്നൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പുതിയ ലൈവ് സ്റ്റാർട്ട് ചെയ്താണ്. MRS ഗ്യാങ്ങിന്റെ പുതിയ MRC റാംബോ. അപ്പൊ ഇവര് എങ്ങനെയെങ്കിലും ഒരു റീച്ച് കിട്ടണമല്ലോ. ഓനൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഒരു മനസ്സുണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലാവും. അപ്പൊ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എടുത്തിട്ട് മാന്തണം. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റർ നീ വെറും കുണ്ണ ക്രിയേറ്ററാ മൈരേ. നീ വെറും കുണ്ണ ക്രിയേറ്റർ കേട്ടറാ. കുണ്ണേ കണ്ടന്റ് ക്രിയേറ്ററാ നീ. ഏത് കണ്ടത്തിൽ കിളയ്ക്കാൻ പോയ ക്രിയേറ്റർ? കണ്ടത്തിൽ കിളയ നിന്റെ പണി. പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് ഷാജഹാനെ തല്ലാൻ പോയെന്നുള്ള പ്രശ്നം. ആ പ്രശ്നമൊക്കെ അതൊക്കെ കഴിഞ്ഞ് ട്രാക്കൊക്കെ മാറ്റി അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് നോർമൽ വൈക്ക് ഞാൻ സ്ക്രിപ്റ്റിന്റെ അപ്പം ക്ലോസ് ചെയ്ത് ബാക്കി
തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ, കാരണം എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ് പന്ത് കളിക്കാനില്ല. അപ്പൊ ആ ഒരു ഇത് എനിക്ക് എന്താ ഫുട്ബോൾ കളിക്കാനുള്ള ആ ഒരു സ്കില്ല് പുറത്തേക്ക് വന്നപ്പോ ഞാൻ പിന്നെ ഫുള്ള് ഫുട്ബോൾ കളിയായി. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ഈ പന്ന നായിന്റെ മോനെന്ന് പറയില്ല, കാരണം അവന്റെ തന്തനെ പറയുന്നതിന് മതിയാണ്. അതുകൊണ്ട് റാംബോനെ നായിന്റെ മോനെ എന്ന് പറയില്ല. അപ്പൊ ഓൻ എന്ത് ചെയ്ത് ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് ഓൻ എന്താ വിചാരിച്ചു വെച്ചാൽ ലൈവ് ഇങ്ങനെ വിളിച്ചാലും ഓന്റെ ഓഡിയൻസിന് മുന്നിലാണ് മെയിനായി ഞാൻ പേടിച്ച് കട്ടാക്കി പോകുന്ന. ഓൻ പറഞ്ഞില്ല 10 ഇരട്ടി 10 ഇരട്ടിയാ ഇവ എവരുടെ 10 ഇരട്ടി പറഞ്ഞ ഇവ എവിടെ 10 ഇരട്ടി പറഞ്ഞ? ഇന്നലെ ലൈവിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ മുത്ത ഇത് ഇവിടെ ഉള്ളത്. റിപ്പോർട്ട് എന്തിന് ഇവനെ റിപ്പോർട്ട് അടിക്കണം? ഇവനെ പേടിച്ച് റിപ്പോർട്ട് അടിക്കണം എന്തിനാ? ഇവനെന്തിനാ പേടിച്ച് റിപ്പോർട്ട് അടിക്കണം? എടാ മുത്ത നിയാദിനെ വിളിച്ചാൽ കിട്ടൂല. അവ ഇവിടെ ഇല്ല, അവൻ പുറത്ത് പോയിട്ടാണ് ഉള്ളത്, അവൻ ഇവിടെ ഇല്ല. അവൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. കാരണം ഇവിടെ വൈഫൈയുടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ റൂമിൽ നിന്നിട്ട് ലൈവ് ചെയ്യണം. അപ്പോൾ വൈഫൈയുടെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ നെറ്റ് ഇത് എടുത്തേക്കുന്നത്. അവൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. അവൻ്റെ ഫോൺ എൻ്റെ കയ്യിലായിരിക്കുന്നത്. പറ തെറി ഞാൻ കോപ്പി പേസ്റ്റ് തെറി, അതായത് പണ്ട് ഫേസ്ബുക്കിലും ഷെയർ ചാറ്റിലൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നു തെറി എഴുതി വെച്ചിട്ട് അങ്ങനെ നല്ലോണം കഥാരൂപത്തിലും പാട്ടുരൂപത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഓഡിയോ ഒന്നും എന്തില്ല, ആ ഓഡിയോ ഒന്നും എന്താ ബാക്കിയില്ലേ, തീർന്ന. ഇവിടെ റീല വെയിറ്റ് ആക്ക്. പുതിയ ലൈവ് സ്റ്റാർട്ട് ചെയ്താണ് MRS ഗാങ്ങിന്റെ പുതിയ MRC റാംബോ. അപ്പൊ ഇവര് എങ്ങനെയെങ്കിലും ഒരു റീച്ച് കിട്ടണമല്ലോ. മറ്റേ ഓനൊക്കെ ലൈവ് ചെയ്യുമ്പോൾ ഒരു മനസ്സുണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലാവും. അപ്പൊ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ എടുത്തിട്ട് മാന്തണം. അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് ഷാജഹാനെ തല്ലാൻ പോയെന്നുള്ള പ്രശ്നം, ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ട്രാക്കൊക്കെ മാറ്റി അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ക്ലോസ് ചെയ്ത് നോർമൽ വൈക്ക് നമ്മൾ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ, കാരണം എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ് പന്ത് കളിക്കാനില്ല. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ആ ഒരു സ്കില്ല് പുറത്തേക്ക് വന്നപ്പോ ഞാൻ പിന്നെ ഫുള്ള് ഫുട്ബോൾ കളിയായി. ഫുട്ബോൾ കളിക്കണമെങ്കിൽ കാല് വേണം അൻഷിഫേ. നിന്റെ കാല് ഞാൻ എടുക്കും, മനസ്സിലായ? നിന്റെ കാല് നീ ഓർത്ത് വെച്ചോ. നീ എന്റെ തള്ളക്ക് വിളിച്ചേന് നീ ഓർത്ത് വെച്ചോ. നിനക്ക് ഫുട്ബോൾ കാല് വെച്ചല്ലേ നീ ഫുട്ബോൾ കളിക്കുള്ളൂ, കൈ വെച്ച് തട്ടി കളിക്കൂലല്ല. നീ വെയിറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ഈ പന്ന നായിന്റെ മോനെന്ന് പറയില്ല, കാരണം അവന്റെ തന്തനെ പറയുന്നതിന് മതിയാണ്. അതുകൊണ്ട് റാംബോനെ നായിന്റെ മോനെ എന്ന് പറയില്ല. അപ്പൊ ഓൻ എന്ത് ചെയ്ത് ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് ഓൻ എന്താ വിചാരിച്ചു വെച്ചാൽ ലൈവ് ഇങ്ങനെ വിളിച്ചാലും ഓന്റെ ഓഡിയൻസിന് മുന്നിലാണ് മെയിനായി ഞാൻ പേടിച്ച് കട്ടാക്കി പോകുന്ന. ഓൻ പറഞ്ഞില്ല 10 ഇരട്ടി തെറി ഞാൻ കോപ്പി പേസ്റ്റ് തെറി, അതായത് പണ്ട് ഫേസ്ബുക്കിലും ഷെയർ ചാറ്റിലൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നു തെറി എഴുതി വെച്ചിട്ട് അങ്ങനെ നല്ലോണം കഥാരൂപത്തിലും പാട്ടുരൂപത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഓഡിയോ ഒന്നും എന്തില്ല, മൈക്ക് ഓന്റെ ഇവിടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ സംഗതി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി, കാരണം ഓൻ കുറെ കാലമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഓൻ കുറെ വീട്ടുകാർക്കുള്ളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഓനതിന്റെ അടിയിലിന്റെ നമ്പർ ലീക്ക് ചെയ്ത് ഓന്റെ വിചാരം ആ നമ്പറുടെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാവുന്ന. നമുക്ക് എന്ത് പ്രശ്നം, നമ്മളൊക്കെ ആര് വിളിക്കാനാണ്? ഞാൻ ഓൾറെഡി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്റെ നമ്പർ കൊളാബ്, കാരണം അതിന്റെ പ്രൊമോഷൻ ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്പറാണ്. ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ ആർക്കും കൊടുത്തില്ല, അത് എനിക്ക് മാത്രമേ അറിയൂ എന്റെ പേഴ്സണൽ നമ്പർ, കാരണം പേഴ്സണൽ ആണല്ലോ. എടാ ഷമീറിനെ വിളിച്ചിട്ട് എന്താ പറയണ്ട? ഷമീറിനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ എന്താ പറയണ്ട? നിങ്ങൾ പറ. ഷമീറിനെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയണ്ട? നിയാദ് പോയിരിക്കുന്നത് വേറെ ഒരിടത്ത്, ഷമീർ പോയിരിക്കുന്നത് വേറെ ഒരിടത്താ. ഷമീറിനെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയണ്ട? രണ്ടുപേരും ഷമീർ മുനുവും കൂടെ പോയിരിക്കണത്, നിയാദ് സെപ്പറേറ്റ് പോയിരിക്കുന്നത്. നിയാദ് വേറൊരു മീറ്റിങ്ങിനായിട്ടാണ് പോയിരിക്കുന്നത്. അവൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞില്ല. ഷമീറിനെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയണ്ട? നിയാദിനെ കിട്ടാൻ